ഹായ് ഫ്രണ്ട്സ്, ബെൽബേബീസ് ക്രാഫ്റ്റ് സെൻറ്ററിൻ്റെ ഇന്നത്തെ പേജിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ കുറച്ച് സാമ്പിൾ വർക്ക്ഷീറ്റുകളാണ്. എങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ യൂസിങ് ദി വേർഡ് വെബ്. അതായത് നമ്മളിവിടെ ഒരു വെബ്, അതൊരു നെറ്റ്വർക്കാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളൊരു സെൻറ്റൻസ് എഴുതുക എന്നുള്ളതാണ്. അതായത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്കിതിൽ കാണാൻ പറ്റും ചിൽഡ്രൻ, ഗാർഡൻ, ഗ്രാസ്, ഡ്രാഗൺ ഫ്ലൈസ്, ഇങ്ങനെ കുറച്ച് സപ്പോർട്ടിംഗ് വേർഡ്സുകളുണ്ട് ഇതിൽ. ഇതുപയോഗിച്ച് 7 സെൻറ്റൻസ് എഴുതുക എന്നുള്ളതാണ് ഈ ആദ്യത്തെ വർക്ക്ഷീറ്റിൻ്റെ ടാസ്ക്. ഇതിൽ നമുക്ക് കുറച്ച് ടൈം ലിമിറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, പരീക്ഷയുടെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് എഴുതി പഠിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മുടെ വർക്ക്ഷീറ്റിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. സാമ്പിൾ വർക്ക്ഷീറ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചെയ്താൽ മതി. ഞാനതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വർക്ക്ഷീറ്റ് നമ്പർ 2 എന്ന് പറയുന്നത് അറേഞ്ച് ദീസ് വേർഡ്സ് ഇൻ ദി ആൽഫബറ്റിക്കൽ ഓർഡർ എന്നുള്ളതാണ്. അതായത് ഞാനിവിടെ കുറച്ച് റാൻഡം ആയിട്ടുള്ള വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ടാസ്ക്. ആദ്യം ചെറിയ വേർഡുകൾ, അതായത് എല്ലാവർക്കും മനസ്സിലാകുന്ന തരം വേർഡുകൾ കൊടുത്തിട്ട് അതിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനൊരു എളുപ്പം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ തന്നിരിക്കുന്ന വേർഡുകളെ ഇപ്പുറത്തെ സൈഡിൽ ബ്ലാങ്ക് ആയിട്ടുള്ളത് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഈ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ ഫില്ല് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്പെൽഡ് വേർഡ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പോയിന്റിൽ ഞാൻ 3 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു വേർഡാണ് കറക്റ്റായിട്ടുള്ളത്. അതിലേതാണ് കറക്റ്റായിട്ടുള്ള വേർഡ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ ടാസ്ക്. അതായത് മിക്കവാറും USS, LSS, PSC, ബാങ്ക് പരീക്ഷകളിലെല്ലാം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളതാണ്. പല ടൈപ്പിലുള്ള, അതായത് നമുക്ക് സ്പെല്ലിങ്ങുകൾ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സാമ്പിൾ വരുന്നത്. പല ടൈപ്പിലുള്ള സ്പെല്ലിങ്ങുകൾ കൊടുത്തിട്ട് അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ ടാസ്ക്. ഇതിൽ ഒരു ടൈം ലിമിറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊരു ഗെയിമായിട്ട് ഇത് കളിക്കാൻ പറ്റും. കളിയുടെ കൂട്ടത്തിൽ തന്നെ പഠനവും കൂടെ നടക്കും. അതാണ് ഇതിനൊരു ഗെയിം ആക്കിയാൽ കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാലാമത്തെ വർക്ക്ഷീറ്റ് ഒരു ഗെയിമാണ്. അതായത് മേക്ക് മീനിങ് ഫുൾ വേർഡ്സ് ഫ്രം ദി ഗിവൺ ലെറ്റേഴ്സ് വിത്തിൻ 10 minutes. അതായത് ഒരു ഉദാഹരണം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഉദാഹരണം എന്ന് പറയുന്നത് GNIK. ഇതിനെ ഇപ്പോൾ ഈ സാമ്പിൾ തന്നിരിക്കുന്നത്, അതായത് കുറച്ച് ലെറ്റേഴ്സ് നമ്മളിങ്ങനെ റാൻഡമായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ടാസ്ക്.
നമ്മുടെ അഞ്ചാമത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ സ്റ്റോറി വിത്ത് മിസ്സിംഗ് വേർഡ്സ്. അതാണ്. അതായത് താഴെ ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾ ബ്ലാങ്ക് ആയിട്ടിട്ടിട്ടുണ്ട്. ആ ബ്ലാങ്ക് ആയിട്ടിട്ടുള്ള സ്പേസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് വെച്ച് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഈ ടാസ്ക്. ഇതിപ്പോൾ 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു, അതിനെ ഒരു സമ്മറൈസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കറക്റ്റായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് വെച്ച് ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് കുട്ടികൾക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ടാസ്ക്. Worksheet number 6. Rearrange the given words and make meaningful sentences. ഈ ടാസ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡുകൾ വെച്ചിട്ട് ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് അറ്റ്, കിങ്, ദി, ലുക്ഡ്, ചിൽഡ്രൻ, ദി. ഇത് വെച്ചിട്ട് ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ്. ദി കിങ് ലുക്ഡ് അറ്റ് ദി ചിൽഡ്രൻ. അതാണ് നമ്മുടെ മീനിങ് ഫുൾ സെൻറ്റൻസ്. അതുപോലെ കുറച്ച് സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് മീനിങ് ഫുള്ളായിട്ടുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വർക്ക്ഷീറ്റ് നമ്പർ 6ൻ്റെ ടാസ്ക്. വർക്ക്ഷീറ്റ് നമ്പർ 7. യൂസ് ദി കറക്റ്റ് വേർഡ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇതിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, നമ്മുടെ വർക്ക്ഷീറ്റ് നമ്പർ 7ൽ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് സെയിം പ്രൊനൗൺസിയേഷനിലുള്ള 2 വാക്കുകൾ, അതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ളത് അത് വെച്ച് ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ കണ്ടാലറിയാം, നമ്മളതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ളത് എന്നുള്ളത് ഉപയോഗിച്ചാണ് ഈ ബ്ലാങ്കുകൾ ഫില്ല് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ വീക്ക്, വീക്ക് രണ്ടിൻ്റെയും സ്പെല്ലിങ് ഡിഫറെൻ്റ് ആണ്, പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. അതിൽ ഏതാണ് കറക്റ്റായിട്ട് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് എന്നാണ് ഈ ടാസ്കിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വർക്ക്ഷീറ്റ് നമ്പർ 8 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതായത് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് ഈ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസുകൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ 8ാമത്തെ വർക്ക്ഷീറ്റിൻ്റെ ടാസ്ക്. അതായത് ദെയർ ആർ മെനി ബട്ടർഫ്ലൈ ആണോ അതോ ദെയർ ആർ മെനി ബട്ടർഫ്ലൈസ് ആണോ വേണ്ടത്, അതിലേതാണ് വേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വർക്ക്ഷീറ്റ് നമ്പർ 8 നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലെ കുറേ ഉദാഹരണങ്ങൾ, നമ്മൾ കുറേ സാമ്പിൾ സെൻറ്റൻസുകൾ താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഓപ്ഷൻസ് ബ്രാക്കറ്റുകളിലുണ്ട്. അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ളത് കണ്ടുപിടിച്ച് ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് വർക്ക്ഷീറ്റ് നമ്പർ 8ൻ്റെ ടാസ്ക്.
അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ സാമ്പിൾ വർക്ക്ഷീറ്റുകൾ കണ്ടു കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.